നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 3 ബുധൻ 2025. വാർത്തകളിലേക്ക്. സുഡാനിലെ ദർഫർ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം പൂർണ്ണമായി ഒഴുകിപ്പോവുകയും 1000-ലധികം പേർ മരിക്കുകയും ചെയ്തു. വടക്കൻ തർസീൻ ഗ്രാമത്തിലെ ഒരാൾ മാത്രമാണ് ജീവനോടെ ശേഷിക്കുക എന്നാണ് സുഡാൻ ലിബറേഷൻ ആർമി വ്യക്തമാക്കിയത്. രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ മലയോര പ്രദേശം. അതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം തേടിയിരിക്കുകയാണ് സുഡാൻ ലിബറേഷൻ ആർമി. 2 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധമുണ്ടാക്കിയ പട്ടിണി മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ ഇവിടെ മരിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വാർത്തകൾ വിശദമായി. സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷ പങ്കാളിത്തത്തിന് UDF ഉപാധി വയ്ക്കുമെന്ന് റിപ്പോർട്ടുകൾ. മുൻപെടുത്ത നിലപാടുകൾ തെറ്റിപ്പോയെന്ന് സമ്മതിച്ച സർക്കാർ പരസ്യമായി തിരുത്തട്ടെ എന്ന് UDF ഉന്നയിക്കാനാണ് സാധ്യത. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ സർക്കാർ നിലപാട് തിരുത്തി സത്യവാങ്മൂലം നൽകി തെറ്റ് സമ്മതിക്കുന്ന വിധത്തിലേക്ക് സർക്കാർ പരസ്യ നിലപാട് എടുത്താൽ അയ്യപ്പ സംഘവുമായി സഹകരിക്കാമെന്ന നിലപാടായിരിക്കും UDF സ്വീകരിക്കുക. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന പങ്കെടുക്കും. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് ഭക്തരുടെ പങ്കാളിത്തം സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ അവതരിപ്പിച്ചത്. കേന്ദ്ര മന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുടെയും പങ്കാളിത്തം സംബന്ധിച്ച് അടുത്ത ആഴ്ചയോടെ പൂർണ്ണമായും ചിത്രം ലഭിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെയും പങ്കാളിത്തം ഉറപ്പായി. ശബരിമല യുവതി പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അത്തരത്തിൽ പറഞ്ഞൊഴിയുന്ന CPM നേതൃത്വം അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഭക്തരോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിലേ പമ്പയിലെ സമ്മേളനത്തിന് മുമ്പ് ശബരിമല ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഔദ്യോഗികമായി ക്ഷണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് ഹൗസിലെത്തി ക്ഷണക്കത്ത് നൽകി. എന്നാൽ വസലെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതിപക്ഷ നേതാവ് കാണാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് കത്ത് ഓഫീസിൽ ഏൽപ്പിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മടങ്ങുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഓണ വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. വാരാഘോഷം ഇന്ന് വൈകിട്ട് 6-ന് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 9-ന് ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ച് വൈകിട്ട് മാനവീയം വീതിയിൽ ഇന്നാരംഭിക്കുന്ന ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണറുമായുള്ള പിണക്കം വിട്ട് മന്ത്രിമാർ രാജ്ഭവനിലെത്തി. മന്ത്രിമാരായ V ശിവൻകുട്ടി, PA മുഹമ്മദ് റിയാസ് എന്നിവരാണ് രാജ്ഭവനിൽ നേരിട്ടെത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ടത്. സർക്കാരിന്റെ ഓണഘോഷയാത്രയ്ക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഓണക്കോടിയും സമ്മാനിച്ചാണ് മന്ത്രിമാർ രാജ്ഭവനിൽ നിന്ന് മടങ്ങിയത്. സംസ്ഥാനത്തെ ഏറ്റവും പുതിയ കാലാവസ്ഥ പ്രവചനം പ്രകാരം തിരുവോണ ദിവസമായ സെപ്റ്റംബർ 5-ന് സംസ്ഥാനത്ത് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ ഉത്രാട ദിവസമായ നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്നും ഇന്നും നാളെയും 1500 രൂപയ്ക്കോ അതിൽ അധികമോ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ 50 രൂപ വിലക്കുറവിൽ സ്പെഷ്യൽ ഓഫറായി ലഭിക്കുന്നതാണ്. 1 ലിറ്ററിന് 389 വിലയുള്ള വെളിച്ചെണ്ണയാണ് 339 രൂപ വിലയ്ക്ക് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. നെൽകർഷകർക്കുള്ള സംസ്ഥാന ഉൽപ്പന്ന ബോണസിന് 100 കോടി രൂപ മുൻകൂർ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഈ വർഷം സംഭരിച്ച നെല്ലിന്റെ സംസ്ഥാന ഉൽപ്പാദന ബോണസ് വിഹിതം പൂർണ്ണമായും അനുവദിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ 100 കോടി രൂപ കൂടി മുൻകൂർ അനുവദിച്ചത്. മിനിമം താങ്ങുവില പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനം ഭരിക്കുന്ന നെല്ലിന്റെ വില നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ആ തുക നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഉൽപ്പാദന ബോണസ് മുൻകൂർ നൽകാൻ തീരുമാനിച്ചത്. വയോജന രംഗത്ത് LDF സർക്കാർ മുന്നോട്ട് വെച്ച വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാജ്യത്തിന് ആദ്യമായി രൂപീകരിക്കപ്പെട്ട വയോജന കമ്മീഷൻ ഇന്ന് ചുമതലയേൽക്കും. മുൻ രാജ്യസഭാ അംഗവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലടക്കം പല മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ച സാമൂഹ്യ പ്രവർത്തകനുമായ K സോമപ്രസാദ് ചെയർപേഴ്സണായ 5-അംഗ കമ്മീഷനാണ് ഇന്ന് സ്ഥാനമേൽക്കുന്നത്. സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം വിരുദ്ധ പരാമർശമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്ത്. മലപ്പുറം പറയുന്നത് ഏറ്റുപാടുന്ന കുഞ്ഞിരാന്മാരാണ് കോൺഗ്രസ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾ മതഭരണം വേണമെന്ന് ആവശ്യപ്പെടുന്നവരും ആണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വർഗീയ സ്വഭാവമുള്ള പരാമർശം നടത്തിയത്. ഇടുക്കി കട്ടപ്പന 20 ഏക്കറിലുള്ള ആയുർധാര എന്ന സിദ്ധ വൈദ്യശാല 24 മണിക്കൂറിൽ അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. വെരിക്കോസ് വെയിൻ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് അശാസ്ത്രീയമായ രീതിയിൽ നൽകുന്ന ചികിത്സ മൂലം മറ്റ് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നുവെന്ന് ചികിത്സ തേടിയവരുടെ പരാതി സംബന്ധിച്ചുള്ള വാർത്തയെ തുടർന്നാണ് നടപടി.
തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ 2.83 കോടി വോട്ടർമാർ ഇടം പിടിച്ചു. പുരുഷ വോട്ടർമാർ 1.33 കോടിയും സ്ത്രീ വോട്ടർമാർ 1.49 കോടിയും പ്രവാസി വോട്ടർമാർ 2087 പേരും ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 276 പേരുമാണ് ഉള്ളത്. 2020 ഉണ്ടായിരുന്ന 2.76 കോടി വോട്ടർമാരായിരുന്നു അന്തിമ വോട്ടർ പട്ടിക കണക്കിൽ നേരിയ വ്യത്യാസത്തിന് സാധ്യതയുണ്ടെന്നും കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന 2.66 കോടി വോട്ടർമാരായി ഇരുന്നുവെന്നും കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ കാരുണ്യ സുരക്ഷാ പദ്ധതിയും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായി 124.63 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾക്കും ജാമ്യം. തൊടുപുഴ പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് പിടികൂടിയ മാത്യൂസ് കൊല്ലപ്പള്ളി, ടോണി ഷിയാസ് അക്ബർ എന്നിവർക്കാണ് തൊടുപുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. 4 പേർക്കുമെതിരെ വധശ്രമം, അന്യായമായി തടഞ്ഞുവെക്കൽ, മർദ്ദനം തുടങ്ങിയ വകുപ്പുകളായിരുന്നു തൊടുപുഴ പോലീസ് ചുമത്തിയിരുന്നത്. എന്നാൽ ആശുപത്രികൾ പ്രകാരം ഗുരുതരമായ പരിക്കില്ലെന്നും വധശ്രമം നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ഇതേ തുടർന്നാണ് കോടതി 4 പേർക്കും ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ കുട്ടികളെ ഉപദ്രവിച്ച കേസിൽ പുറത്താക്കിയ ആയമാർക്ക് വീണ്ടും നിയമനം. പിരിച്ചുവിട്ട 9 ആയന്മാരിൽ 6 പേരെയാണ് വീണ്ടും സർക്കാർ നിയമിച്ചത്. CPM ഇടപെടലിനെ തുടർന്നാണ് 6 പേർക്കും വീണ്ടും സർക്കാർ നിയമനം നൽകിയത്. കോഴിക്കോട് ജില്ലാ കളക്ടർക്കെതിരെ DCC രംഗത്ത്. അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുന്നതിന് തലേദിവസം ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ വാർഡ് വിഭജനം വീണ്ടും നടത്തിയെന്നും വാർഡ് വിഭജനം പൂർത്തിയായതിനു ശേഷം വീണ്ടും വാർഡ് വിഭജനം നടത്തിയത് എങ്ങനെയെന്നും അതിന് അധികാരമുണ്ടോ എന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ചോദിച്ചു. യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അപ്രതീക്ഷിത ഹൃദയസ്തംഭന മരണങ്ങൾ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസ് അസോസിയേഷൻ ആശങ്ക രേഖപ്പെടുത്തി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു. സംഭവത്തിൽ ജാഗ്രത കുറവുണ്ടായെന്ന പ്രധാനാധ്യാപിക ബിന്ദു പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു. അതിനാലാണ് കുട്ടികൾ പാടിയത്. മലപ്പുറം തിരൂർ ആലത്തിയൂർ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികൾ ഗണഗീതം പാടിയത്. എരഞ്ഞിപ്പാലത്തെ ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ വിദ്യാർത്ഥിനി ഐഷ റഷ ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്ത് ബഷറുദ്ദീൻ അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് തെളിവുകൾ കിട്ടിയതിന് പിന്നാലെയാണ് അറസ്റ്റ് നടന്നത്. പീഡനക്കേസിൽ അറസ്റ്റായതിന് പിന്നാലെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് പഞ്ചാബിലെ AAP MLA സനോറിൽ നിന്നുള്ള MLA ആയ ഹർമീത് പഠാൻ മഞ്ചര പോലീസ് നേർക്ക് വെടിയുതിർത്ത് രക്ഷപ്പെട്ടു. ഹർമീദിനെ ഇന്നലെ രാവിലെയാണ് പോലീസ് പീഡനക്കേസിൽ കർണാലിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ദില്ലി കലാപത്തിലുള്ള ഗൂഢാലോചന കേസിൽ ജാമ്യം നിഷേധിച്ചുള്ള ദില്ലി ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്ത്. ഉമറിന്റെയും ഷർജിലിന്റെയും പങ്ക് ഗുരുതരമാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കുമെതിരെ അസഭ്യ മുദ്രാവാക്യം വിളിച്ചതിനെതിരെ NDA നാളെ ബീഹാറിൽ ബന്ദിന് ആഹ്വാനം നൽകി. ബില്ലുകൾ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചതിനെ കുറിച്ചുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാക്കാൽ നിരീക്ഷണവുമായി സുപ്രീം കോടതി. കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെ ഒരു ഡയലോഗിൽ മാറ്റം വരുത്തുമെന്ന് നിർമ്മാതാക്കൾ. ഡയലോഗ് കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തണം ഉദ്ദേശിച്ച് മനഃപൂർവ്വമുള്ള ആയിരുന്നില്ലായിരുന്നുവെന്ന് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വെഫേറർ ഫിലിം പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചു. തെലങ്കാന മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ K ചന്ദ്രശേഖർ മകൾ K കവിതയെ BRS പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.